രേഖയിൽ പതിപ്പിച്ചത്. അതിന് ഉത്തരവാദിയായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ ജയ്സിൽ പി അസീസാണ്. ഈ ജയ്സിൽ പി അസീസ് എന്ന് പറയുന്നത് NGO യൂണിയൻ്റെ സെക്രട്ടേറിയറ്റിനകത്തുള്ള സമുന്നത നേതാവാണ്. ഈ അടുത്ത കാലത്ത് ജോലിക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് DYFIയും SFIയും ഒക്കെയായിട്ടുള്ള ബന്ധം പരിഗണിച്ച് അയാളെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടുകയും അയാളാണ് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നതെന്നും അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ BJPക്കെതിരായിട്ട് നടക്കുന്ന ഗൂഢാലോചനയുടെ ഉദാഹരണമാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥന്മാരും CPMുമായിട്ടൊരു ഡീല് നടക്കുന്നു, CPMും കോൺഗ്രസുമായിട്ടൊരു ഡീല് നടക്കുന്നു, SDPIയും ജമായത്ത് ഇസ്ലാമിയും ഇടതും വലതുമായിട്ടൊരു ഡീല് നടക്കുന്നു. ഈ എല്ലാ ഡീലുകളും BJPയെ എങ്ങനെ തോൽപ്പിക്കാം, BJPയെ എങ്ങനെ പിന്നാക്കം അടുപ്പിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് മാറുകയാണ്. ഇതിനെല്ലാം അതിജീവിച്ച് BJPയും NDAയും കേരളത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. BJPയുടെ NDAയുടെ മുന്നോട്ടുള്ള പോക്കിൽ വിഭ്രാന്തരായിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ ആയുധങ്ങളും എടുത്ത് എല്ലാ അസാന്മാർഗിക പ്രവൃത്തിയും ചെയ്ത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് BJPക്കെതിരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഭാഗവാക്കാകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. നമുക്കറിയാം, നേമം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടി, കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത് റിട്ടേണിംഗ് ഓഫീസറെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ശിവൻകുട്ടിയുടെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ലേബർ ഓഫീസറെയാണ്. ലേബർ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസറായിട്ടിരിക്കുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി ഭരിക്കുന്ന മന്ത്രി മത്സരിക്കുന്ന തൊഴിൽ വകുപ്പ് ദിവസവും അറിയാതെ എന്തൊക്കെ വേഷങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ വേഷങ്ങൾ എത്രയാണോ അത്രയ്ക്കും വേദനയും എന്തിനു ഭയക്കണം? ടൈഗർ ബാം റെഡ് ഉണ്ടല്ലോ. ഇതിലുണ്ട് 100 രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾ അംഗീകരിച്ച യുനിക് ഫോർമുല. ഇത് നൽകുന്നു വേദനയിൽ നിന്നും ഉടനടി ആശ്വാസം. ടൈഗർ ബാം, എവിടെ വേദനയുണ്ടോ അവിടെ ആശ്വാസം. ആൾക്കാർ ഇതേ ശിവൻകുട്ടിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുള്ളതാണോ? ഇങ്ങനെ ലേബർ മന്ത്രിയും ലേബർ ഉദ്യോഗസ്ഥന്മാരും ഒരു സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇന്ന് ഈ നേമം നിയോജക മണ്ഡലത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണാനുള്ള കണ്ണ് കേരളത്തിലെ CEO-യ്ക്ക് ഇല്ലേ എന്നാണ് BJP ചോദിക്കുന്നത്. ഇവിടുത്തെ CEO-യുടെ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചിരിക്കുന്ന അഡീഷണൽ CEO ജെറോമിക് ജോർജ് ഉണ്ട്. അഡീഷണൽ CEO ആയിട്ടുള്ള ജെറോമിക് ജോർജ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും വിവാദമുണ്ടാക്കുന്ന നേതാക്കന്മാർ, വിവാദമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, സ്വജന പക്ഷപാതം കാണിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാർ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര, 100-ൽ പരം ഉദ്യോഗസ്ഥന്മാരുടെ നിര, ഇതൊക്കെ വച്ചിട്ട് നേമം നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവനായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് CPMും ഇലക്ഷൻ കമ്മീഷനിലെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP NDA കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന CEO-യ്ക്ക് പരാതി നൽകിയിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിൽ ഒരു ഡീലാണ് നടക്കുന്നത്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ നിന്ന് മാറ്റാൻ
കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത് സർക്കാർ വാഹനങ്ങളാണ് ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീ രാമചന്ദ്രൻ നായർ ഇന്നും സഞ്ചരിക്കുന്നത് ആ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ സർക്കാർ വാഹനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് രാമചന്ദ്രൻ നായർ ഈ മണ്ഡലത്തിൽ CPM-ന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടി ഇറക്കിയ അഭ്യർത്ഥന മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക ലെറ്റർ പേഡിൽ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടി അഭ്യർത്ഥന ഇറക്കി. ഇതിനെതിരെയും ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തു. ഇതിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ CPM-ന്റെ B ടീമായിട്ട് പ്രവർത്തിക്കുന്ന പണി അവസാനിപ്പിക്കണം. ശിവൻകുട്ടിയുടെ ശിങ്കടികളെ ശിവൻകുട്ടി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇലക്ഷൻ ഓഫീസർമാരായിട്ട് നിശ്ചയിച്ചത് മുഴുവൻ പിൻവലിക്കണം. സുതാര്യവും സത്യസന്ധവും അതോടൊപ്പം തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പൊതുവെയും നേമത്ത് പ്രത്യേകിച്ചും നടക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അല്ലെങ്കിൽ ഇതൊരു തീക്കളിയാണ്. ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് BJP ഓർമ്മിപ്പിക്കുകയാണ്. ഒരു CPM നേതാവായിട്ടുള്ള ജൈസൺ പി അസീസ് എന്ന NGO യൂണിയന്റെ നേതാവ്, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവ്, കുപ്രസിദ്ധനായിട്ടുള്ള CPM നേതാവ് ഹണിയുടെ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്ന ഹണിയുടെ സന്തത സഹചാരി, അങ്ങനെ ഒരാൾ BJPയുടെ സീൽ അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? BJPയുടെ സീല് ഇലക്ഷൻ കമ്മീഷന്റെ സീലിനോടൊപ്പം വെക്കാൻ ഈ സഖാവായിട്ടുള്ള ഈ വ്യക്തിക്ക് എവിടെ നിന്നാണ് BJPയുടെ സീല് കിട്ടിയത്? എന്തിനാണ് ഈ നടപടിയെടുത്തത്? ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടിയുള്ള CPM ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെയും ഗൂഢാലോചനയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് നേമത്തെ BJP